Good morning, children. How are you? Today we shall start our maths class. Today we are discussing about numbers 51 to 75. Numbers 51 to 75. We already learned about 50. Let to 50. 50 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 50 വരെ പഠിച്ചതിന് 1 to 10 അല്ലേ? 1 to 10 ആദ്യം പഠിച്ചു അല്ലേ? 1 to 10 how to get 10 അല്ലേ? 10 വരെ എങ്ങനെ കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ദെൻ 10 കഴിഞ്ഞാൽ 11 to 20 അല്ലേ? 10 to 20 അല്ലേ? 20 വരെ പഠിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ? അത് മെമ്മറിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് വെരി ഈസി ഇസ്ന്റ് ഇറ്റ് അല്ലേ? എന്താണ് 1 to 10 വരെ 1 2 3 4 5 എന്നിങ്ങനെ എണ്ണിപ്പോഴും 9 10 വരുന്നു അല്ലേ? 10 കഴിഞ്ഞാൽ 11 12 പിന്നെ 13 ഒരു ഈ നിന്നുള്ള പ്രൊനൗൺസിയേഷനാണ് വരുന്നത് അല്ലേ? പിന്നെ 20 വരെ 20 കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് തീർന്നു. ദെൻ വെരി ഈസി. എന്താ കാരണം? 20 കഴിഞ്ഞാൽ പിന്നെ 21 ആണല്ലേ? അങ്ങനെ 29 വരെ. അത് കഴിഞ്ഞാൽ 30 അല്ലേ? 30 കഴിഞ്ഞാൽ പിന്നെ ഈസി ആയില്ലേ? 31 to 39 വരെ അല്ലേ? 39 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 40 അല്ലേ? 40 കഴിഞ്ഞാൽ പിന്നെ 1 2 മുതൽ അങ്ങനെ 9 വരെ അല്ലേ? 49 കഴിഞ്ഞിട്ട് പിന്നെ എന്തായി ലാസ്റ്റ്? 50 ആയി അല്ലേ? അതുവരെയല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? എവിടെ നമ്മൾ ലാസ്റ്റ് നിർത്തിയെന്നാണ് പറഞ്ഞത്? 50 വരെ നമ്മൾ ശരിക്കും കൗണ്ട് ചെയ്ത് പഠിച്ചു അല്ലേ? 50 വരെ. ഇനി 51 to 75 വരെ എങ്ങനെ കിട്ടുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദിസ് ഈസ് 50 നമ്പർ അല്ലേ? 50. അപ്പോൾ 50യിലൂടെ എത്ര ചേർന്നാലാണ് 51? നമുക്കറിയാം ഇത് 50 ഉണ്ട്. 50 കഴിഞ്ഞാൽ 1 അല്ലേ? 51 അല്ലേ? അപ്പോൾ 50യിലൂടെ 1 ചേർന്നപ്പോൾ എന്ത് കിട്ടുന്നു? 51 കിട്ടുന്നു. 51 അല്ലേ? 50 and 1 is 51. 51 FIFTY ആണ് 50. പിന്നെ കൂടെ ONE 1. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? 10 20 30 അങ്ങനെ സ്പെല്ലിങ് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ എല്ലാം 1 to 9 വരെ ഒരേപോലെയാണല്ലേ? അപ്പോൾ 50 and 1 is 51. 50 and 1 51. ഈ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ് അല്ലേ? 2 അല്ലേ? അപ്പോൾ നമുക്ക് 50യിലൂടെ 2 ചേരുമ്പോഴാണ് ഇത് കിട്ടുക 52. 50 and 2 അല്ലേ? എങ്ങനെ കിട്ടുന്നത്? 50 കഴിഞ്ഞാൽ 51 52 അല്ലേ? അപ്പോൾ 50 and 2 how many? Then 52 അല്ലേ? 50 and 2 is 52. ഇനി 2 കഴിഞ്ഞാൽ എത്രയാണ്? ദ നെക്സ്റ്റ് നമ്പർ ഈസ് 3 അല്ലേ? 3 ഇതിനോടൊപ്പം 50യോടൊപ്പം 3 ചേരുമ്പോഴാണ് 50 and 1 3 is 53 അല്ലേ? അങ്ങനെ കിട്ടുന്നത് 50 കഴിഞ്ഞാൽ 51 52 53 അല്ലേ? 50 and 3 is how many? 53. 50 and 3 is 53 അല്ലേ? 3 കഴിഞ്ഞാൽ ഇറ്റ്സ് നമ്പർ 4 അല്ലേ? 3 കഴിഞ്ഞാൽ 4 ആണ്. നമുക്ക് 50യോടൊപ്പം 4 ചേർക്കണം. 50യോടൊപ്പം 4 ചേർക്കുമ്പോൾ 50 കഴിഞ്ഞാൽ 51 52 53 54. 50 and 4 is 54 അല്ലേ? 50 and 4 is 54. 50 and 4 is 54. 54. ഇനി 4 കഴിഞ്ഞാൽ ഏതാണ്? 5 അല്ലേ? 4 കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് 50യോടൊപ്പം 5 ചേർക്കുമ്പോൾ എത്ര നോക്കാം? 50 കഴിഞ്ഞു. 50 കഴിഞ്ഞാൽ 51 52 53 54 then 55. അപ്പോൾ 50 and 5 is how many? Yes 55 അല്ലേ? 55. 50 and 5 is 55. 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? യെസ് ദെൻ 6. നമുക്ക് 20 കഴിഞ്ഞാൽ എളുപ്പം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? 6 ആണല്ലേ 5 കഴിഞ്ഞാൽ.
അപ്പോൾ നമുക്ക് 50യോടൊപ്പം എന്ത് ചേർക്കണം? 50യോടൊപ്പം 6 ചേർക്കുമ്പോൾ എത്രയാണെന്ന് നോക്കാം. 50 കഴിഞ്ഞാൽ 51, 52, 53, 54, 55, 56. 50 and 6 എത്രയാണ്? 56 അല്ലേ? 56 എന്ന് പറഞ്ഞാൽ 56 അല്ലേ? 50 and 6 is 56. Then 6 കഴിഞ്ഞാൽ which number? Yes, 7 അല്ലേ? 6 കഴിഞ്ഞാൽ 7 ആണ്. 6 കഴിഞ്ഞാൽ 7. അപ്പോൾ നമുക്ക് 50യോടൊപ്പം എന്ത് ചെയ്യണം? 7 ചേർക്കണം. 50 കഴിഞ്ഞാൽ 51, 52, 53, 54, 55, 56, 57. 50 and 7 എത്രയാണ്? 50 and 7, 57. 57. 50 and 7, 57. 57. 7 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് 8. 8 ആണ് അല്ലേ? 7 കഴിഞ്ഞാൽ 8. അപ്പോൾ നമുക്ക് 50യോടൊപ്പം 8 ചേർക്കണം അല്ലേ? 50 കഴിഞ്ഞാൽ 51, 52, 53, 54, 55, 56, 51, 52, 53, 54, 55, 56, 57, 58. 50 and 8 is 58 അല്ലേ? 50 and 8 is 58. 58 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 58. 50 and 8 is 58. 58. 8 കഴിഞ്ഞാൽ which number is the next? Yes, 9. 9 is the next number. നമുക്ക് എന്ത് ചെയ്യണം? 50യോടൊപ്പം 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യുമ്പോൾ 50 കഴിഞ്ഞാൽ 51, 52, 53, 54, 55, 56, 57, 58, 59 അല്ലേ? 50 and 9 is 59. 50 and 9 is 59. 59 അല്ലേ? 50 and 9 is 59. 59. 9 കഴിഞ്ഞാൽ യെസ് 10. 9 കഴിഞ്ഞാൽ 10 ആണ്. നമുക്ക് 50യോടൊപ്പം 10 ചേർന്നാൽ എത്രയാണെന്ന് നോക്കാം. 51, 52, 52, 53, 54, 55, 56, 57, 58, 59, 60. 50 and 10 എത്രയാണ്? ഇതാണ് 60 അല്ലേ? 60 മീൻസ് യെസ് 60 അല്ലേ? അപ്പം 9 വരെ സുഖമായി. അടുത്ത അതാണ് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും അല്ലേ? 60. അപ്പോൾ 1 to 9 വരെല്ലാം സുഖമാണല്ലേ? അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ് 60 അല്ലേ? 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ടോട്ടൽ 50 ആയി. 50യുടെ 10 ചേർന്നപ്പോൾ ദെൻ 60 ആയി അല്ലേ? 60 60 അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇത് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? 60 കഴിഞ്ഞാൽ 60യോട് കൂടി എന്ത് ചേർക്കണം? യെസ് 1 അല്ലേ? 60യോട് കൂടിയിട്ട് എന്ത് ചേർക്കണം? 1 ആഡ് ചെയ്യണം. ഇവിടെ 60 ഉണ്ട്. 60യോട് 1 ചേർന്നാൽ 60 കഴിഞ്ഞാൽ 61 അല്ലേ? 1 ചേർത്താൽ എത്രയാണ്? 61. 61 എന്ന് പറഞ്ഞാൽ 61. 60 and 1, 61. 61. ദെൻ 60 ഇവിടെ ഉണ്ട്. 60യോടൊപ്പം 1 കഴിഞ്ഞ് നമുക്ക് എത്രയാണ് അടുത്ത നെക്സ്റ്റ് നമ്പർ? വിച്ച് ഇസ് നെക്സ്റ്റ്? യെസ് 2 അല്ലേ നെക്സ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 60യോടൊപ്പം 2 ചേർത്ത് എത്ര നോക്കാം. 60 കഴിഞ്ഞാൽ 61, 62. എലിഫൻ്റ് ആണല്ലേ? എലിഫൻസ് ആണ്. 61, 62. അപ്പോൾ 60 and 2 എത്രയാണ്? 62. 62 പറഞ്ഞാൽ എത്രയാണ്? 62. 62 പറഞ്ഞാൽ 62. 60 and 2, 62, 62. ഇനി 2 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് യെസ് 3 അല്ലേ? നെക്സ്റ്റ് നമ്പർ ഈസ് 3. അപ്പോൾ നമുക്ക് 60യോടൊപ്പം 3 ചേർന്നാൽ എത്രയാന്ന് നോക്കാം. 60 കഴിഞ്ഞാൽ 61, 62, 63. 60 and 3 എത്രയാണ്? 63 അല്ലേ? 60 and 3, 63. 63 പറഞ്ഞാൽ എത്രയാണ്? 63. 6 and 3, 63, 63. ദെൻ 60 ഉണ്ട്. 3 കഴിഞ്ഞാൽ എത്ര ചേർക്കണ്ടേ? ഇനി 3 കഴിഞ്ഞാൽ നമുക്ക് 4 ആണല്ലേ? നെക്സ്റ്റ് നമ്പർ ഈസ് 4.
4 അല്ലേ. 60യോടൊപ്പം നമുക്ക് ഇനി 4 ആണ് ആഡ് ചെയ്യുന്നത്. 60യോടൊപ്പം 4 60 ഉണ്ട്. 60യോടൊപ്പം നമുക്ക് 4 ആഡ് ചെയ്യണം. അപ്പോൾ 61 62 63 64. അപ്പോൾ 60യോടൊപ്പം 4 ചേർന്നാൽ എത്രയാണ്? 64 അല്ലേ. 63 പറഞ്ഞില്ലേ? 63 പറഞ്ഞു നേരത്തെ. 60 and 3 പറഞ്ഞില്ലേ? 60 and 3 എത്രയായിരുന്നു? 60 and 3 നമ്മൾ പറഞ്ഞില്ലേ? 60 and 3 63 നമ്പർ കാണിച്ചു തന്നോ? 63 പറഞ്ഞാൽ 63 കേട്ടോ. 60യോടൊപ്പം 3 ചേർന്നാൽ 63 നമ്പർ കാണിച്ചില്ലേണാവോ? 63 63. ഇനി 60യോടൊപ്പം 4 ചേർത്തു നമ്മളല്ലേ. 4 ചേർത്തപ്പോൾ എത്ര കിട്ടിയത്? 61 62 63 64. 60യോടൊപ്പം 4 ചേർന്നാൽ 64. 64 എന്ന് പറഞ്ഞാൽ 64. 64 64. ഇനി 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 5 ആണല്ലേ. 4 കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് 60യോടൊപ്പം 5 ചേർത്താൽ എത്രയെന്ന് നോക്കാം. 60യോടൊപ്പം 5 ചേർന്നാൽ എത്രയാണ്? 61 62 63 64 65 അല്ലേ. 61 62 63 64 65 അല്ലേ. 60യോടൊപ്പം 5 ചേർന്നാൽ 65 അല്ലേ. 65 65. 60 and 5 65 65. നെക്സ്റ്റ് ഏതായിരിക്കും നമ്പർ? ഏതാണ്? 65 കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 60യോടൊപ്പം എന്ത് ചെയ്യണം? 60യോടൊപ്പം 6 ചേരണം. 6 ചേർന്ന് എത്രയാന്ന് നോക്കാം. 61 62 63 64 65 66. 60യോടൊപ്പം 6 ചേർന്നാൽ എത്രയാണ്? 66. 66 എന്ന് പറഞ്ഞാൽ 66. 60 and 6 66. 66. ഇനി 6 കഴിഞ്ഞു അല്ലേ. 6 നെക്സ്റ്റ് നമ്പർ ഈസ് 7. 6 കഴിഞ്ഞാൽ 7 ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 6നോടെ നമുക്ക് 7 ചേരുമ്പോൾ എത്രയെന്ന് നോക്കാം. 61 62 63 64 65 66 67. 60യോടൊപ്പം 7 ചേർന്നാൽ എത്രയാണ്? 67. 67 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 67. 67. 60 and 7 67 67. ഇനി 7 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് 8 ആണല്ലേ. 7 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 8 ആണ്. അപ്പോൾ നമുക്ക് 60യോടൊപ്പം 8 ചേർക്കണം അല്ലേ. 8 ചേർക്കുമ്പോൾ 60 കഴിഞ്ഞാൽ 61 62 63 64 65 66 67 68 അല്ലേ. അപ്പോൾ 60യോടൊപ്പം 8 ചേരുമ്പോൾ എത്രയാണ്? 68. 60 and 8 is 68. 68 പറഞ്ഞാൽ 68 അല്ലേ. 68 68. ഇപ്പം 8 കഴിഞ്ഞു അല്ലേ. 8 കഴിഞ്ഞാൽ വിച്ച് ഇസ് നെക്സ്റ്റ് നമ്പർ? 9. 8 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് 9 അല്ലേ. അപ്പം നമുക്ക് 60യോടൊപ്പം 9 ചേരുമ്പോൾ എത്രയാന്ന് നോക്കാം. 60യോടൊപ്പം 9 ചേരുമ്പോൾ 61 അല്ലേ. 62 63 64 65 66 67 68 69 അല്ലേ. 69 അല്ലേ. 60യോടൊപ്പം 9 ചേരുമ്പോൾ 69. 69 പറഞ്ഞാൽ എത്രയാണ്? 69. 60 and 9 ഈസ് 69. 69 അല്ലേ. 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 10. അപ്പോൾ നമുക്ക് 60യോടൊപ്പം 10 ചേരുമ്പോൾ എത്രയാണെന്ന് നോക്കാം അല്ലേ. 10. 60യോടൊപ്പം 10 ചേരുമ്പോൾ എത്ര നോക്കാം. അപ്പോൾ 60 കഴിഞ്ഞാൽ 61 അല്ലേ. 62 63 64 ഇതിനെക്കൂടെ 65 അല്ലേ. 61 62 63 64 65 66 67 68 69. അപ്പോൾ എത്രയാണ് കിട്ടുക? 60 and 10 അല്ലേ. 10 ആകുമ്പോൾ 69 കഴിഞ്ഞാൽ 70 അല്ലേ.
അപ്പോൾ 60 ആൻഡ് 10 എത്രയാണ്? 70 അല്ലേ? 70 ആണ്. 70 പറഞ്ഞാൽ എത്രയാണ്? 70 ആണ് അല്ലേ? 60യുടെ സ്പെല്ലിങ് നോക്കിയിരുന്നോ? 60യുടെ സ്പെല്ലിങ് മറന്നോ നിങ്ങൾ? 60 SIXTY ആണല്ലേ? SIXTY ആണ് 60. 70 ആണെങ്കിലോ 70 നോക്കൂ, 70 SEVENTY 70. 6നോടൊപ്പം 10 ചേർന്നാൽ 70, 70 അല്ലേ? അപ്പം 60യോടൊപ്പം 10 ചേർന്നാൽ ഏത് കിട്ടുന്നു? 70 കിട്ടുന്നു. 70 അല്ലേ? 70 കിട്ടുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 70യോടൊപ്പം നെക്സ്റ്റ് നമ്പർ ഏതാ വരിക? 70 കഴിഞ്ഞാൽ 1 ചേർക്കണം അല്ലേ? 70യോടൊപ്പം 1 ചേർന്നാൽ 70 കഴിഞ്ഞാൽ എത്ര വരിക? 1 ചേർന്നാൽ 70 കഴിഞ്ഞാൽ എത്ര വരിക? 71 അല്ലേ? 70 ആൻഡ് 1 ഈസ് 71. 71. 7 ആൻഡ് 1 ഈസ് 71. 71. ഇനി 1 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ വിച്ച് ഇസ് നെക്സ്റ്റ് നമ്പർ ഈസ് 2 അല്ലേ? നെക്സ്റ്റ് നമ്പർ ഈസ് 2 അല്ലേ? നമുക്കിവിടെ 7 നമ്പർ ഉണ്ട്, 70 ഉണ്ട്. 70യോടൊപ്പം 2 ചേർക്കണം അല്ലേ? 2 ചേർക്കുമ്പോൾ 70 കഴിഞ്ഞാൽ 71, 72. അപ്പോൾ 70 ആൻഡ് 2 ഈസ് 72. 72 പറഞ്ഞാൽ 72. 70 ആൻഡ് 2 ഈസ് 72. 72. 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 3 അല്ലേ? 3 ആണ് നെക്സ്റ്റ് നമ്പർ. 3 അല്ലേ? 3 ആണ് നെക്സ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് 70യോടൊപ്പം 3 ആഡ് ചെയ്യുമ്പോൾ എത്ര നോക്കാം? 3 നോക്കുമ്പോൾ 3. അപ്പോൾ 71, 72, 73. 70 ആൻഡ് 3 എത്രയാണ് കിട്ടുക? 70 ആൻഡ് 3 73. 73 പറഞ്ഞാൽ എത്രയാണ്? 73 അല്ലേ? 70 ആൻഡ് 3 73. 73 അല്ലേ? 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ S4 അല്ലേ? 4 അല്ലേ നെക്സ്റ്റ് നമ്പർ? 4. അപ്പോൾ നമുക്ക് 70യോടൊപ്പം 4 ചേരുമ്പോൾ എത്ര നോക്കാം? 70 കഴിഞ്ഞാൽ 71, 72, 73, 74 അല്ലേ? അപ്പോൾ 70 ആൻഡ് 4 എത്രയാണ്? 70 ആൻഡ് 4 74. 74 എന്ന് പറഞ്ഞാൽ എത്രയാ? 74. 70 ആൻഡ് 4 74. 74. ഇനി 4 കഴിഞ്ഞ വിച്ച് ഇസ് നെക്സ്റ്റ് നമ്പർ? യെസ്, 5 ഈസ് ദ നെക്സ്റ്റ് നമ്പർ അല്ലേ? 5. അപ്പോൾ നമുക്കിവിടെ 70യും 5ഉം കൂടി ചേരുമ്പോൾ എത്രയാണോ? 70 ഉണ്ട് കഴിഞ്ഞു. അപ്പോൾ 70 കഴിഞ്ഞാൽ 71, 72, 73, 74, 75. അപ്പോൾ 70 ആൻഡ് 5 എത്രയാണ്? 75 ആണല്ലേ? 75 എന്ന് പറഞ്ഞാൽ എന്താ എത്രയാണ്? 75 അല്ലേ? അപ്പോൾ 70 ആൻഡ് 5 75. 75. അപ്പോൾ 75 വരെ പഠിക്കാനാണ് നിങ്ങൾക്ക് ഈ ലെസണിൽ പറയുന്നത്. നമ്പേഴ്സ് 51 to 75 വരെ നമ്മളെത്തി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 10 വരെ അല്ലേ? 10 വരെയാണ് അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. 1 to 10 വരെ അല്ലേ? 1 to 10 വരെ കുറച്ച് പിന്നെ സ്പെല്ലിങ്ങും ഒക്കെ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? 1 to 10 വരെ നന്നായി പഠിക്കണല്ലേ? 1 to 10 വരെ സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കണം അല്ലേ? 1 to 10 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന ലെറ്റേഴ്സിന് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? 70, 1 2 3 1 2 3 നമ്മൾ പഠിക്കണം. അങ്ങനെ 10 വരെ എത്തുന്നു അല്ലേ? 10 വരെ എത്തി. 10 കഴിഞ്ഞാലോ പിന്നെ 11, 12 അങ്ങനെ വരുന്നു അല്ലേ? 11, 12 അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ എത്തുന്നു 20-ലെത്തുന്നു അല്ലേ? അതുവരെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? 20 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ 1 2 3 എന്ന് പഠിച്ചാൽ മതി അല്ലേ? 1 2 3 അങ്ങനെയായിട്ട് 9 വരെ ആയാൽ പിന്നെ 29 കഴിഞ്ഞ എത്രയായി? 30 ആയി അല്ലേ? നമ്മൾ 10 അല്ലേ? 10 10 1 to 10 കഴിഞ്ഞു. 10 to 20 20 അല്ലേ? 20 കഴിഞ്ഞ് 30 അല്ലേ? 30
30 കഴിഞ്ഞ് 39 വരെ എത്തി. 39 കഴിഞ്ഞ് ദെൻ 40 അല്ലേ. 41 42 അങ്ങനെ കഴിഞ്ഞിട്ട് 49 കഴിഞ്ഞാൽ പിന്നെ എത്രയായി? 50 അല്ലേ. 50 51 52 അങ്ങനെ 59 വരെ എത്തിയാൽ 60 ആയി അല്ലേ. 60 അത് കഴിഞ്ഞ് 61 62 അങ്ങനെ 69 വരെ എത്തിയിട്ട് കഴിഞ്ഞ എത്ര തന്നെ ബാക്കി? 70 അല്ലേ. ഇപ്പം അത് കഴിഞ്ഞാൽ 70 കഴിഞ്ഞാൽ 71 എഴുതുമ്പോൾ 7 ആൻഡ് 1 ഇടും. 7ഉം 1ഉം 2 ആകുമ്പോൾ 72 ആകുമ്പോൾ 72, പിന്നെ 73 ആകുമ്പോൾ 73 അല്ലേ. പിന്നെ 74 ആകുമ്പോൾ 74, പിന്നെ 75 ആകുമ്പോൾ 75. അപ്പോൾ 75 വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ 1 to 75 വരെ എത്തി അല്ലേ. 1 to 75 വരെ എത്തി. ഇവിടെ 51 to 75 വരെ നിങ്ങൾക്ക് ഇന്ന് പഠിച്ചത്. ഇത് അക്ഷരത്തിലും അക്കത്തിലും പഠിക്കണം, സ്പെല്ലിങ്ങും പഠിക്കണം കേട്ടോ. കൗണ്ട് ചെയ്യാം കേട്ടോ, അങ്ങനെ പഠിക്കണം. മനസ്സിലായില്ലേ അങ്ങനെ 75 വരെ എത്തിയത്? ഇനി 100 വരെയും പഠിക്കണം. ഇപ്പോൾ 75 വരെ എത്തി. ഓക്കെ, എളുപ്പമല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. 20 വരെ വളരെ ബുദ്ധിമുട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ ഈസിയാണ്. 21 മുതൽ വളരെ ഈസിയാണ്. അപ്പോൾ 20 വരെ സൂപ്പറായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമാണ്. 100 കഴിഞ്ഞാലും അങ്ങനെ 101 102 അങ്ങനെ തന്നെയാണ് വരിക അല്ലേ. ഡു ലൈക്ക് ഇറ്റ്? ഡു എൻജോയ് ദിസ്? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, then we shall wind up our class. Then study well, write and learn. എഴുതി പഠിക്കണം in words and numbers. അക്കത്തിലും എഴുതണം, അക്ഷരത്തിലും എഴുതി പഠിക്കണം. ഒപ്പം പറഞ്ഞെഴുതണം, തെറ്റരുത് അക്കങ്ങളൊന്നും അല്ലേ. 10 10 10ൻ്റെ ഗുണിതങ്ങൾ 10 10 കൂടി വരികയാണ് അല്ലേ. 10ൻ്റെ ആവർത്തനമാണ്, റിപ്പീറ്റിംഗ് ആണ് വരുന്നത് അല്ലേ. 10 and 10 20 20 and 10 30 30 and 10 40 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പം തന്നെ അങ്ങോട്ട് UKG ക്ലാസ്സിൽ നിന്ന് സൂപ്പറായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. മാത്സ് നല്ല എളുപ്പമല്ലേ. 10 കണ്ട 10 10 അല്ലേ. 10ലൂടെ വീണ്ടും 10 ചേരുമ്പോഴാണ് എന്ത് കിട്ടുക? 20 കിട്ടുക. 20 കിട്ടുന്നു. 20 വീണ്ടും 10 ചേരുമ്പോഴാണ് ഇത് കിട്ടുന്നത് 30 കിട്ടുന്നത് അല്ലേ. 30ലൂടെ വീണ്ടും 10 ചേരുമ്പോഴാണ് 40 കിട്ടുന്നത് അല്ലേ. 40ലൂടെ വീണ്ടും 10 ചേരുമ്പോൾ 50 കിട്ടുന്നു. അതിലൂടെ വീണ്ടും 10 ചേരുമ്പോൾ 60 കിട്ടുന്നു. 60 അല്ലേ. വീണ്ടും 10 ചേരുമ്പോൾ 70 കിട്ടുന്നു. 70. ഇനിയിപ്പോൾ നമ്മൾ 5 വരെ 75 വരെയാണ് നമ്മൾ പഠിച്ചത്. ഈ ബാക്കി കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലാസ് ഈസ് ഓവർ. See you next class. Take care. Okay, bye.